ഹലോ, നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. നമുക്കൊരു ബൈനോമിയൽ ഓപ്ഷൻ പ്രൈസിങ് മോഡൽ അനുസരിച്ച് നമുക്കൊരു കോൾ ഓപ്ഷൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. ഓപ്ഷൻ ഇക്വാലൻറ്റ് മെത്തേഡും ദെൻ റിസ്ക് ന്യൂട്രൽ മെത്തേഡും, അങ്ങനെ രണ്ട് മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഓപ്ഷൻ ഇക്വാലൻറ്റ് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ ഒരു പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ദിസ് മെത്തേഡ് അസ്യൂംസ് ദാറ്റ് ദ ഔട്ട്കംസ് ഫോർ എ പെർട്ടിക്കുലർ ഷെയർ on which an option contract has been written can result into any two values. അപ്പോൾ ഈ ഒരു മെത്തേഡ് പറയുന്നത് നമ്മളൊരു ഓപ്ഷൻ കോൺട്രാക്റ്റ് എടുത്തിട്ടുണ്ടാവും. ആ ഓപ്ഷൻ കോൺട്രാക്റ്റിൻ്റെ അണ്ടർലൈങ് അസറ്റ് എന്താണോ അസറ്റിൻ്റെ പ്രൈസിന് രണ്ട് പോസിബിൾ വാല്യൂസ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. ഒന്ന് ഹയർ വാല്യൂ അല്ലെങ്കിൽ ലോവർ വാല്യൂ, അത്രയാണ് ഇതിൻ്റെ അസംഷൻ. ഓക്കെ, ഇനി ഈ പ്രൈസിങ് മോഡൽ അനുസരിച്ച് നമുക്കൊരു കോൾ ഓപ്ഷൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റിമേറ്റ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് ദ കോൾ അസ്യൂമിങ് ദാറ്റ് ദ സ്പോട്ട് പ്രൈസ് ഓഫ് ദ അണ്ടർലൈങ് അസറ്റ് ഓൺ ദ എക്സ്പയറേഷൻ ഡേറ്റ് വിൽ ഇൻക്രീസ് ടു എ സർട്ടൻ ലെവൽ ഇൻ ഫ്യൂച്ചർ. അപ്പോൾ നമുക്കറിയാം സ്പോട്ട് പ്രൈസ് അണ്ടർലൈങ് അസറ്റ് എന്താണോ അതിൻ്റെ പ്രൈസ് ഫ്യൂച്ചറിൽ ചേഞ്ച് ചെയ്യുമെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ മാക്സിമം എത്ര ഇൻക്രീസ് ആവും എന്നുള്ള ഹയസ്റ്റ് വാല്യൂ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല CU ഈസ് ഈക്വൽ ടു SU മൈനസ് ഇ. അപ്പോൾ സി ക്യാപിറ്റലാണ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂ ഓഫ് ദ കോൾ ഈസ് ഈക്വൽ ടു SU മൈനസ് ഇ. അതിൽ SU എന്ന് പറയുന്നത് മാക്സിമം സ്പോട്ട് പ്രൈസ് എന്താണ് അണ്ടർലൈങ് അസറ്റ്, അതിന് മാക്സിമം എത്ര സ്പോട്ട് പ്രൈസ് ആവാം എന്നുള്ള എക്സ്പെക്റ്റേഷൻ മൈനസ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈസ് പ്രൈസ്. അപ്പോൾ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം വാല്യൂ ഓഫ് ദ കോൾ കിട്ടും. അപ്പോൾ ഈ ഒരു ഫോർമുല വെച്ചിട്ട് അത് കാണാം. നെക്സ്റ്റ്, എസ്റ്റിമേറ്റ് ദ ലോവസ്റ്റ് വാല്യൂ ഓഫ് ദ കോൾ. ഒരു അണ്ടർലൈങ് അസറ്റിന് ഒരു കോൾ ഓപ്ഷൻ പ്രകാരം അണ്ടർലൈങ് അസറ്റ് എത്ര ലോ വരെ വാല്യൂ പോവാം ഫ്യൂച്ചറിൽ എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യുക. അപ്പോൾ ലോവസ്റ്റ് വാല്യൂ ഓഫ് ദ കോൾ ഈസ് ഈക്വൽ ടു മാക്സിമം ST മൈനസ് ഇ ഓർ 0. അപ്പോൾ ലോവസ്റ്റ് വാല്യൂ ഓഫ് ദ കോൾ കാണാനുള്ള ഫോർമുല ST മൈനസ് ഇ ചെയ്തതോ അല്ലെങ്കിൽ 0 അതിൽ ഏതാണോ മാക്സിമം അത്. ST മൈനസ് ഇ ചെയ്യുക അല്ലെങ്കിൽ 0 ഏതാണോ ഗ്രേറ്റർ അതെടുക്കുക. അപ്പോൾ ST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം സ്പോട്ട് പ്രൈസ് ഓഫ് അണ്ടർലൈങ് ഷെയർ ഓൺ ദ എക്സ്പയറേഷൻ ഡേറ്റ് ആസ് പെർസീവ്ഡ് ബൈ ദ ഇൻവെസ്റ്റർ. അപ്പോൾ അണ്ടർലൈങ് അസറ്റിൻ്റെ മിനിമം വാല്യൂ എത്രത്തോളം ഫ്യൂച്ചറിൽ മാക്സിമം കുറയാം അല്ലെങ്കിൽ മിനിമം കുറയുന്ന വാല്യൂ എത്രയാണ് എന്നുള്ളത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക. അപ്പോൾ അതിനുള്ളത് മാക്സിമം ലോവസ്റ്റ് വാല്യൂ ഓഫ് ദ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ST മൈനസ് ഇ. ST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ എത്ര ആവാം മൈനസ് ഇ അല്ലെങ്കിൽ 0 ഏതാണോ വലുത്. അപ്പോൾ അതങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാം. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ദെൻ തേർഡ് സ്റ്റെപ്പ്, കാൽക്കുലേറ്റ് ഹെഡ്ജ് റേഷ്യോ. H എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഹെഡ്ജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല CU മൈനസ് CD ബൈ SU മൈനസ് ST. അപ്പോൾ CU എന്നുള്ളത് നമ്മൾ കഴിഞ്ഞതിൽ കണ്ടു, മാക്സിമം വാല്യൂ ഓഫ് കോൾ ആണ്. CD എന്ന് പറയുന്നത് ലോവസ്റ്റ് വാല്യൂ ഓഫ് കോള് ബൈ SU മൈനസ് ST. SU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു അണ്ടർലൈങ് അസറ്റിൻ്റെ വാല്യൂ എത്രയാവാം എന്നുള്ളതാണ്. ST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു അസറ്റിൻ്റെ വാല്യൂ എത്ര ആവാം എന്നുള്ളതാണ്. ദ നെക്സ്റ്റ് വൺ, എസ്റ്റിമേറ്റ് ദ ഫണ്ട്സ് ടു ബി ബോറോഡ്. നെക്സ്റ്റ് ഫംഗ്ഷന് എത്ര ഫണ്ട് നമ്മൾ ബോറോ ചെയ്യണം എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുള്ള ഫോർമുല ക്യാപിറ്റൽ B ഈസ് ഈക്വൽ ടു സ്മോൾ d CU മൈനസ് സ്മോൾ u CD ബൈ U മൈനസ് D ഇൻറ്റു 1+R. ഈ ഒരു ഫോർമുല ബൈ ഹാർട്ട് ചെയ്യാം. അതിൽ CU എന്നുള്ളത് ഹയസ്റ്റ് വാല്യൂ ഓഫ് കോൾ ആണ്, CD ലോവസ്റ്റ് വാല്യൂ ഓഫ് കോൾ. ഇതിലാദ്യം കാണുന്ന സ്മോൾ ലെറ്റർ D എന്ന് പറയുന്നത് ലോവസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് കറൻറ്റ് സ്പോട്ട് പ്രൈസ് അപ് ടു വിച്ച് സ്പോട്ട് പ്രൈസ് ഓൺ ദ എക്സ്പയറേഷൻ ഡേറ്റ് മൈറ്റ് ഡിക്ലൈൻ. നമ്മൾ കറൻറ്റ് സ്പോട്ട് പ്രൈസ് ഉണ്ടല്ലോ, ഇപ്പോൾ എന്താണോ അസറ്റിന് പ്രൈസ് ഉള്ളത് അത് എക്സ്പയറേഷൻ ഡേറ്റ് ആകുമ്പോൾ എത്രത്തോളം ഡിക്ലൈൻ ചെയ്യാമെന്നുള്ളത്. U എന്ന് പറയുന്നത് ഹയസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് കറൻറ്റ് സ്പോട്ട് പ്രൈസ് അപ് ടു വിച്ച് സ്പോട്ട് പ്രൈസ് ഓൺ ദ എക്സ്പയറേഷൻ ഡേറ്റ് മൈറ്റ് റൈസ്. ഇപ്പോൾ ഉള്ള സ്പോട്ട് പ്രൈസ് എക്സ്പയറേഷൻ ഡേറ്റ് ആകുമ്പോഴേക്കും എത്രത്തോളം മാക്സിമം റൈസ് ചെയ്യാമെന്നുള്ള അതിൻ്റെ മൾട്ടിപ്പിളാണ് U എന്ന് കാണുന്നത്. R ഈസ് ഈക്വൽ ടു റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ B കിട്ടും. അതും കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുള്ള ഫോർമുല ക്യാപിറ്റൽ C ഈസ് ഈക്വൽ ടു H ഇൻറ്റു S മൈനസ് B. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് കോൾ ഓപ്ഷൻ ഈസ് ഈക്വൽ ടു H ഹെഡ്ജ് റേഷ്യോ ഇൻറ്റു S സ്പോട്ട് പ്രൈസ് മൈനസ് B എന്നുള്ളതാണ് നമ്മളുടെ വാല്യൂ. അപ്പോൾ ഈ ഒരു 5 സ്റ്റെപ്പ് ചെയ്യാം. ഓക്കെ, 5 സ്റ്റെപ്പ് നമ്മൾ ആ 5 ഫോർമുല ബൈ ഹാർട്ട് ചെയ്യാം. നമുക്കൊരു പ്രോബ്ലം ചെയ്താൽ മനസ്സിലാവും. ഓക്കെ, ഒരു എക്സാമ്പിൾ, കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ ഈസ് 100 റുപ്പീസ്. ഒരു ഷെയറിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 റുപ്പീസാണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ അസറ്റിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്നുള്ളത് 100 റുപ്പീസ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എ കോൾ ഓപ്ഷൻ വിത്ത് എക്സസൈസ് പ്രൈസ് ഓഫ് ₹115 ഈസ് അവൈലബിൾ ഫോർ 2 months. അപ്പോൾ നമുക്ക് 2 മാസത്തിനുള്ളൊരു കോൾ ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിൻ്റെ എക്സർസൈസ് പ്രൈസ് എന്ന് പറയുന്നത് 115 റുപ്പീസാണ്. അതായത് 115 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ആ കോൾ ഓപ്ഷൻ മേടിച്ചത്. It is expected that the spot price of these shares at the end of 3 months from right now might increase by 60%. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഇപ്പോൾ ഉള്ള സ്പോട്ട് പ്രൈസ് ഉണ്ടല്ലോ 100 രൂപ എന്നുള്ളത് തന്നു. ആ 100 രൂപ എക്സ്പയറേഷൻ ഡേറ്റ് ആകുമ്പോഴേക്കും മാക്സിമം ഇൻക്രീസ് ചെയ്യാൻ പറ്റുക 60% വെച്ചിട്ടാണ് തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദ കറൻറ്റ് സ്പോട്ട് പ്രൈസ് ഓർ ഇറ്റ് മൈറ്റ് ഡിക്ലൈൻ ബൈ 20% ഓഫ് ദ സ്പോട്ട് പ്രൈസ്. ഇപ്പോഴുള്ള കറൻറ്റ് സ്പോട്ട് പ്രൈസ് 20% വരെ, മാക്സിമം 20% വരെ ഡിക്ലൈൻ ഉള്ളൂ. നമുക്ക് തന്നു 60% വരെ മാക്സിമം ഇൻക്രീസ് ചെയ്യാം. 100 രൂപ എന്നുള്ളത് 60% വരെ മാക്സിമം ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ 100 രൂപ എന്നുള്ളത് മിനിമം 80% വരെ ഡിക്രീസ് ചെയ്യാമെന്നുള്ള ഇൻഫർമേഷനും തന്നിട്ടുണ്ട്. ഈ റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളത് 10% ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് പ്രൈസ് ഓഫ് കോൾ ഓപ്ഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. നമുക്കറിയാം പ്രൈസ് ഓഫ് കോൾ ഓപ്ഷൻ കാണാനുള്ള ബേസിക് ഇക്വേഷൻ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ C ഈക്വൽ ടു സ്മോൾ h ഇൻറ്റു ക്യാപിറ്റൽ S മൈനസ് B എന്നുള്ളതാണ് ബേസിക് ഇക്വേഷൻ. അപ്പോൾ ഇനി അത് ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് 5 സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? CU കാൽക്കുലേറ്റ് ചെയ്യാണ്. CU ഈസ് ഈക്വൽ ടു SU മൈനസ് ST ആണ്. ഓക്കെ, SU മൈനസ് SD ആണ്. അപ്പോൾ CU എന്താണ്? മാക്സിമം വാല്യൂ ഓഫ് കോൾ ആണ് CU, മാക്സ് വാല്യൂ ഓഫ് കോൾ. ഇത് ഞാൻ നോട്ടിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് കാണിച്ചു തരാം, ഞാൻ സെൻഡ് ചെയ്യാം. മാക്സിമം വാല്യൂ ഓഫ് കോൾ ഈസ് ഈക്വൽ ടു SU മൈനസ് ST ആണ്. SU എന്താണ്? SU നമ്മൾ ഡിസ്കസ് ചെയ്തു നോക്കുക. SU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം സ്പോട്ട് പ്രൈസ് ഓഫ് ദ അണ്ടർലൈങ് ഷെയർ ഓൺ എക്സ്പയറേഷൻ ഡേറ്റ് ആസ് പെർസീവ്ഡ് ബൈ ദ ഇൻവെസ്റ്റർ. SU എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റർ മാക്സിമം എത്ര ഒരു അസറ്റ്, അണ്ടർലൈങ് അസറ്റിൻ്റെ വാല്യൂ എത്ര പോവാം എന്നുള്ളതാണ് അയാൾ പെർസീവ് ചെയ്തിട്ടുള്ള ആ വാല്യൂ ആണ് SU. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സ്ട്രൈക്ക് പ്രൈസ് അല്ല, കറൻറ്റ് ഇപ്പോൾ എന്താണോ അസറ്റിൻ്റെ പ്രൈസ് ഉള്ളത് അത് മാക്സിമം ഇൻക്രീസ് വരെ അതിൻ്റെ 60% ആണ്. അപ്പോൾ 100 രൂപയാണ് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഷെയറിൻ്റെ, അത് 60% വരെയാണ് മാക്സിമം ഇൻക്രീസ് എന്ന് തന്നു. അപ്പോൾ 100ൻ്റെ 60% ആണ് നമുക്ക് ഇൻക്രീസ് ഉള്ളത്. സോ 100ൻ്റെ 60% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ 100ൻ്റെ 60% കൂടിയാൽ 160 ആണ്. 100 ഇൻറ്റു 100 സോ 100ൻ്റെ 60% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 160 ഇനി SD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം എത്ര ഡിക്രീസ് ചെയ്യാം, 100 രൂപ എന്നുള്ള കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് മിനിമം എത്ര വരെ ഡിക്രീസ് ചെയ്യാം എന്നുള്ളതാണ്. അത് 80% നമുക്ക് തന്നു. ഓക്കെ, സോ 20% വരെ നമുക്ക് ഈ 100 രൂപ എന്നുള്ളത് കുറയാം. അപ്പോൾ 100ൻ്റെ 20% ഡിക്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 80 രൂപയാണ് മിനിമം, അല്ലെങ്കിൽ ഏറ്റവും കുറവിൽ നമുക്ക് ഡിക്ലൈൻ ചെയ്യാൻ പറ്റുന്നത്. SD നോക്കാം. SD ഈസ് ഈക്വൽ ടു മിനിമം സ്പോട്ട് പ്രൈസ് ഓഫ് അണ്ടർലൈങ് ഷെയർ ഓൺ ദ എക്സ്പയറേഷൻ ഡേറ്റ് ആസ് പെർസീവ്ഡ് ബൈ ദ ഇൻവെസ്റ്റർ. മിനിമം എന്താവും, സ്പോട്ട് പ്രൈസ് എന്താവും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20% വരെ കുറയാമെന്നുള്ളത്. അപ്പോൾ 100ൻ്റെ 20% ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 റുപ്പീസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? SD-യും കിട്ടി, SU-യും കിട്ടി. അപ്പോൾ CU ഫോർമുല അപ്ലൈ ചെയ്താൽ SU മൈനസ് SD ഈസ് ഈക്വൽ ടു SU 160 നമുക്ക് കിട്ടി, ST 80 റുപ്പീസ് കിട്ടി. നമുക്ക് CU നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിലേ CU കാണാമെന്ന് പറഞ്ഞില്ലേ, CUവിൻ്റെ ഫോർമുല SU മൈനസ് E ആണ് കേട്ടോ, ക്യാപിറ്റൽ E ആണ്. നമ്മൾ ആ സ്റ്റെപ്പിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം CU കണ്ടു, SU മൈനസ് E ആണ്, അതിന് നമ്മൾ SU കണ്ടു. SU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നമ്മളുടെ അസറ്റിൻ്റെ പ്രൈസ് അത് മാക്സിമം എത്ര ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, അത് 60% ആണ് തന്നു. സോ 100ൻ്റെ 60%, അപ്പോൾ 160 ആണ്, അത് കിട്ടി. അപ്പോൾ CUവിൻ്റെ വാല്യൂ നമുക്ക് കാണാം, 160 ആണ് മാക്സിമം എന്ന് കണ്ടു. SU കണ്ടു. അപ്പോൾ SU മൈനസ് E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ് പ്രൈസ് ആണ്. എക്സസൈസ് പ്രൈസ് എന്നുള്ളത്
നമ്മൾക്കിവിടെ ഉള്ളത് 115 റുപ്പീസാണ്. സോ നമുക്ക് 160 മൈനസ് 115 ചെയ്ത് കഴിഞ്ഞാൽ 45 റുപ്പീസ് കിട്ടും. സോ മാക്സിമം വാല്യൂ ഓഫ് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 റുപ്പീസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടു. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? സെക്കൻഡ് സ്റ്റെപ്പ് പറഞ്ഞിട്ടുള്ളത് സി ഡി കാണാം. സി യു കണ്ടു. സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? സി ഡി ലോവസ്റ്റ് വാല്യൂ ഓഫ് ദ കോൾ. ഒരു കോൾ ഓപ്ഷൻ്റെ ലോവസ്റ്റ് വാല്യൂ എന്താണ് എന്നുള്ളത്, അത് ഈസ് ഈക്വൽ ടു മാക്സിമം എസ് ഡി മൈനസ് ഇ. ഒന്നല്ലെങ്കിൽ എസ് ഡി മൈനസ് ഇയോ അല്ലെങ്കിൽ 0, അതിൽ ഏതാണോ മാക്സിമം അതാണ് സി ഡി, ലോവസ്റ്റ് വാല്യൂ ഓഫ് കോൾ. അതിൽ എസ് ടി നമുക്ക് കിട്ടി. എസ് ടി എന്താണ്? മിനിമം വാല്യൂ ഓഫ് ദ സ്പോട്ട് പ്രൈസ്. ഇപ്പോൾ ഉള്ള സ്പോട്ട് പ്രൈസ് ഏറ്റവും മിനിമം എത്ര ആവാൻ പറ്റുമെന്നുള്ള വാല്യൂ ആണ്. അത് നമുക്ക് 80 കിട്ടി. സോ മാക്സിമം 80 മൈനസ് ഇ. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 115, പിന്നെ ഓർ 0. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മറ്റേത് നെഗറ്റീവ് വാല്യൂ ആണ്. 80 മൈനസ് 115 ഓർ 0 ആണ് വലുത്. സോ സി ഡി ഈസ് ഈക്വൽ ടു 0, അതും കിട്ടി. അപ്പോൾ സി ഡി നമുക്ക് കിട്ടി. ഇനി നമ്മളുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ദ ഹെഡ്ജ് റേഷ്യോ. ഹെഡ്ജ് റേഷ്യോ കാണാനാണ്. ഹെഡ്ജ് റേഷ്യോ സ്മോൾ എച്ച് ഈസ് ഈക്വൽ ടു സി യു മൈനസ് സി ഡി ബൈ എസ് യു മൈനസ് എസ് ടി. അപ്പോൾ എല്ലാം നമുക്ക് കിട്ടിയ ഇൻഫോർമേഷനാണ്. സി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സി യു നമുക്ക് കിട്ടിയതാണ് 45 റുപ്പീസ് മൈനസ് സി ഡി 0 ഡിവൈഡഡ് ബൈ എസ് യു എന്താണ്? 160 മൈനസ് എസ് ടി 80 ഈസ് ഈക്വൽ ടു 0.5625. അങ്ങനെ നമ്മളുടെ തേർഡ് സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി ഫോർത്ത് സ്റ്റെപ്പ് ബി കാണുകയാണ്. ക്യാപിറ്റൽ ബി, ബോറോ ചെയ്ത എമൗണ്ട്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡി സി യു മൈനസ് യു സി ബി ബൈ യു മൈനസ് ടി ഇൻറ്റു 1 പ്ലസ് ആർ. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സ്മോൾ ഡിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത് നോക്കാം. ഡി ഈസ് ഈക്വൽ ടു, ഈ ഒരു ഇക്വേഷൻ്റെ താഴെ നമുക്ക് കാണാം, ലോവസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് കറൻറ്റ് സ്പോട്ട് പ്രൈസ് അപ് ടു വിച്ച് സ്പോട്ട് പ്രൈസ് ഓൺ ദ എക്സ്പയറേഷൻ ഡേറ്റ് മൈ ഡിക്ലൈൻ. അതായത് ഇപ്പോൾ ഉള്ള കറൻറ്റ് സ്പോട്ട് പ്രൈസ് എന്താണോ അത് ഏറ്റവും കുറവിൽ, എക്സ്പയറേഷൻ ഡേറ്റ് ആകുമ്പോൾ ഏറ്റവും കുറവിൽ എത്രത്തോളം ഡിക്ലൈൻ ചെയ്യാമെന്നുള്ള ഒരു മൾട്ടിപ്പിൾ, ലോവസ്റ്റ് മൾട്ടിപ്പിൾ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയാണോ 100 രൂപയാണ് നമ്മുടെ സ്പോട്ട് പ്രൈസ്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ളത് 60% വെച്ച് 160 രൂപ എന്നുള്ള എസ് യു നമുക്ക് കിട്ടിയതാണ്. അതായത് മാക്സിമം എത്ര ഇൻക്രീസ് ആവാമെന്നുള്ളത് 160 രൂപ നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ ആ 160 രൂപ എന്നുള്ളത് 100ൻ്റെ എത്ര വാല്യൂ വരും എന്നുള്ളതാണ്. ഓക്കെ, എത്ര വെയിറ്റേജ് വരും എന്നുള്ളത്. ദാറ്റ് ഈസ് 160 ബൈ 100 ഈസ് ഈക്വൽ ടു 1.6 ആണ് ക്യാപിറ്റൽ യു റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ക്യാപിറ്റൽ ഡി റെപ്രസെൻ്റ് ചെയ്യുന്നത് മിനിമം എത്ര വാല്യൂ വെച്ചിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ 80 രൂപയാണ് കുറഞ്ഞിട്ടുള്ളത്. സ്പോട്ട് പ്രൈസ് 100 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ 0.8 ആണ്. അപ്പോൾ സ്മോൾ ഡി എന്ന് പറയുന്നത് എത്രയാണോ ഏറ്റവും കുറഞ്ഞ വാല്യൂ, സ്പോട്ട് പ്രൈസ് ഇപ്പോൾ ഉള്ളത് എത്ര ഏറ്റവും കുറഞ്ഞു, അത് നമ്മളുടെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വെയിറ്റേജ്. ക്യാപിറ്റൽ യു എന്ന് പറയുന്നത് എത്രയാണോ സ്പോട്ട് പ്രൈസ് അത് ഇപ്പോൾ എത്രത്തോളം കൂടി എന്നുള്ളത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വെയിറ്റേജ്, അത് 1.6. ബാക്കിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷനാണ്. സോ അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റിൽ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.8 ഇൻറ്റു സി യു 45 നമുക്ക് കിട്ടിയതാണ്, മൈനസ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6 ഇൻറ്റു സി ഡി 0 നമുക്ക് കിട്ടിയതാണ്, ഡിവൈഡഡ് ബൈ യു മൈനസ് ഡി. യു എന്നുള്ളത് 1.6 ആണ്, ഡി എന്നുള്ളത് 0.8 ആണ്, ഇൻറ്റു 1 പ്ലസ് ആർ, 1 പ്ലസ് 0.1 ഈസ് ഈക്വൽ ടു 1.1. ഇനി അത് സോൾവ് ചെയ്യുക. ആദ്യം മുകളിലുള്ള ബ്രാക്കറ്റ് സോൾവ് ചെയ്യുക. 0.8 ഇൻറ്റു 45 എത്രയാണോ 0.8 ഇൻറ്റു 45 ചെയ്യാം. വെയിറ്റ് ചെയ്യാം. മൈനസ് 1.6 ഇൻറ്റു 0, 1.6 ഇൻറ്റു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. So 36 minus 0 divided by 1.6 minus 0.8. 1.6 minus 0.8 എന്താ?
0.8 ആണ്. ഡിവൈഡഡ് ബൈ 0.8 ഇൻറ്റു 1.1. ഓക്കെ, നമുക്ക് 1.6 മൈനസ് 0.8 നമുക്ക് എന്ത് കിട്ടി? 0.8 കിട്ടി. ദെൻ 0.8 ഇൻറ്റു 1.1 രണ്ടും ചെയ്ത് നമുക്ക് 0.88 കിട്ടി. സോ ഇവിടെ 0.88. സോ 36/0.88 ഈസ് ഈക്വൽ ടു 40.91. അങ്ങനെ നമുക്ക് ക്യാപിറ്റൽ ബിയും കിട്ടി. നമുക്ക് എല്ലാ ഇൻഫോർമേഷനും കിട്ടി. ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഈ ഇക്വേഷൻ പ്രകാരം അല്ലെങ്കിൽ ഈ അസറ്റ് പ്രൈസിങ് മോഡൽ പ്രകാരം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ സി ഈക്വൽ ടു എച്ച് ഇൻറ്റു എസ് മൈനസ് ബി ആണ്. ക്യാപിറ്റൽ സി എന്ന് പറയുമ്പോൾ പ്രൈസ് ഓഫ് ദ ഓപ്ഷൻ ഇസ് ഈക്വൽ ടു ഹെഡ്ജ് റേഷ്യോ 0.5625 കിട്ടിയതാണ് ഇൻറ്റു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ട് പ്രൈസ് 100 മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40.91. അപ്പോൾ ആദ്യം ബോഡ്മാസ് റൂൾ പ്രകാരം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. 0.5625 ഇൻറ്റു 100 ചെയ്യുക. 0.5625 ഇൻറ്റു 100 56.25. നമുക്ക് 56.25 കിട്ടും. മൈനസ് 40.91. 56.25 മൈനസ് 40.91 ഈസ് ഈക്വൽ ടു 15.34. നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനേ ഇത് ടെക്സ്റ്റിലുള്ള അതേപോലെ അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് സോൾവിങ് ഞാനിപ്പോൾ തന്നെ ഒരു എഴുതിയിട്ട് അയക്കാം കേട്ടോ, ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ പഠിക്കേണ്ടി വരും, ഓരോ സ്റ്റെപ്പിലും ചെയ്യേണ്ട ഇക്വേഷൻ, എന്നാൽ മാത്രമേ നമുക്ക് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, ഈ വാല്യൂസിൽ കാണുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.